നമസ്കാരം, എൻ്റെ പേര് അലീന ബോസ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. SMV IPOകൾ വൻ നേട്ടം നൽകുന്നു. ലിസ്റ്റിംഗ് ദിനത്തിൽ SMV IPOകൾ വൻ നേട്ടം നൽകുന്ന പ്രവണത തുടരുകയാണ്. ഏതാനും മാസങ്ങളായി SMV IPOകൾ നിക്ഷേപകരുടെ സമ്പത്ത് പല മടങ്ങായി ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് ലിസ്റ്റ് ചെയ്ത ഡിവൈൻ പവർ 287% പ്രീമിയത്തോടെയാണ് ലിസ്റ്റ് ചെയ്തത്. ഈ ഓഹരിക്ക് 153% പ്രീമിയമാണ് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ലിസ്റ്റിംഗിൽ ഈ ഓഹരി വൻ കുതിപ്പ് നടത്തി. 40 രൂപ ഇഷ്യൂ വിലയുണ്ടായിരുന്ന ഈ ഓഹരി 155 രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത്. 162.75 രൂപ വരെ ഓഹരി വില ഉയർന്നു. ഇന്ന് ലിസ്റ്റ് ചെയ്ത മറ്റൊരു SMV IPO ആയ പെട്രോ കാർബൺ ആൻഡ് കെമിക്കൽസ് 75% നേട്ടമാണ് നൽകിയത്. ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ 52% പ്രീമിയമാണ് ഉണ്ടായിരുന്നത്. ശിവാലിക് പവർ ഇന്നലെ 211% പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ചെയ്ത മെഡിക്കാമെൻ ഓർഗാനിക്സ് 305.44% നേട്ടമാണ് ലിസ്റ്റിംഗ് ദിനത്തിൽ നൽകിയത്. കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ചെയ്ത ന്യൂട്രിക് വിന്നി ഇമിഗ്രേഷൻ GEMO എൻവീറോ എന്നിവ 70% മുതൽ 90% വരെ ലിസ്റ്റിംഗ് നേട്ടം നൽകി. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. ഓഹരി വിപണി ഇന്ന് കടുത്ത ചാഞ്ചാട്ടത്തിനൊടുവിൽ കാര്യമായ വ്യത്യാസമില്ലാതെ നിലയിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 34 പോയിന്റ് ഇടിഞ്ഞ് 79,441-ലും നിഫ്റ്റി 18 പോയിന്റ് നഷ്ടത്തോടെ 24,123-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 1,740 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,686 ഓഹരികൾ നഷ്ടം നേരിട്ടു. 72 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. L&T, വിപ്രോ, ഇൻഫോസിസ്, HDFC ബാങ്ക്, TCS എന്നിവയാണ് നിഫ്റ്റിയിൽ നേട്ടത്തിൽ മുന്നിൽ നിന്ന ഓഹരികൾ. ശ്രീറാം ഫിനാൻസ്, ഭാരത് എയർടെൽ, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ക്യാപിറ്റൽ ഗൂഡ്സ്, IT, റിയൽ എസ്റ്റേറ്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ 0.3% മുതൽ 1% വരെ മുന്നേറിയപ്പോൾ ബാങ്ക്, ഓട്ടോ, FMCG, പവർ സൂചികകൾ 0.3% മുതൽ 0.9% വരെ ഇടിഞ്ഞു. BFC മിഡ് ക്യാപ് സൂചിക 0.5% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു.